ഔലിയാക്കൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഹിജ്റ 6-ാം നൂറ്റാണ്ട് മുതലാകുന്നു. അതിന് മുമ്പ് ഔലിയാക്കൾ ഇല്ലാത്തോണ്ടല്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. എന്തേ അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ അറിയപ്പെടാണ്ടായ കാരണം? 6-ാം നൂറ്റാണ്ടായപ്പോ ലോകത്ത് മുസ്ലിം ലോകത്തിന്റെ ഭരണം അബ്ബാസിയ ഭരണാധികാരികൾക്കായിരുന്നു. അബ്ബാസിയ ഭരണാധികാരികളുടെ കാലഘട്ടത്തില് സമ്പത്ത് ധാരാളം ഉണ്ടായി, ആധിപത്യങ്ങളുണ്ടായി, ഭരണങ്ങളുണ്ടായി, ധാരാളം നാട്ടിലെ ഭരണം ഉണ്ടായി. സുഖങ്ങളും സൗകര്യങ്ങളും കൂടി വന്നതിനാൽ ശഹ്വത്ത് എന്ന ആഗ്രഹങ്ങൾ കൂടി. ശഹ്വത്ത് എന്ന ആഗ്രഹങ്ങൾ കൂടിയാൽ ദീനിയായ കാര്യങ്ങളെ ദുന്യവിയായ വിഷയങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ തുടങ്ങും. അങ്ങനെയായപ്പോൾ തസവുഫ് എന്നത് വ്യാപകമാകേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ ആദ്യമായി മഹാനായ സയ്യിദുന ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു മുതൽ തസവുഫിന്റെ തുടക്കമുണ്ടായി. പക്ഷെ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ തസവുഫ് ആലിമീങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു, സാധാരണക്കാരിലേക്ക് ഇറങ്ങിയതല്ല. സാധാരണക്കാരിലേക്ക് ഇറങ്ങിയ തസവുഫിന്റെ ആദ്യത്തെ ഒരാൾ എന്ന് പറയാവുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും പ്രസിദ്ധമായ ബഗ്ദാദ് അങ്ങാടിയിലെ അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ബഗ്ദാദിലെ ഏറ്റവും അറിയപ്പെട്ട വലിയ ജുമുഅത്ത് പള്ളിയിലെ ഖത്തീബാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമാണ് എന്നൊക്കെ പറയാം. പുതിയ ഭാഷ ആകുമ്പോ അങ്ങനെയാണല്ലോ, വയസ്സായവർക്ക് തീരില്ല, ഇതിന്റെ കുഴപ്പമില്ല. ബഗ്ദാദിലെ, ഇറാഖിലെ ബഗ്ദാദ് ടൗണിലെ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജുമുഅയിൽ കൂടാൻ വേണ്ടി, മഹാനവറുകളുടെ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വിദൂരമായ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വന്നു ചേരൽ പതിവുണ്ട്. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഓരോരു വർത്താനം പറയും, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് പറയും. എന്താ വിഷയം? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാരണോലും നിസ്കരിക്കാൻ വരില്ല, അതാ പ്രശ്നം. അങ്ങനെ ആയ മനുഷ്യനാകെ സ്വീപ്പായല്ലോ, അതാണ് സംഗതി. മഹാനവറുകൾ വലിയ പ്രഭാഷകനാണ്, ധാരാളം ആളുകൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരും. വിദൂര നാടുകളിൽ നിന്നൊക്കെ ജുമുഅക്കാള് വരും. ബഗ്ദാദിലെ ഏറ്റവും അറിയപ്പെടുന്ന പള്ളിയിലെ ഇമാമാണ്. ജുമുഅക്ക് നിറയെ ആളുണ്ടാവും. ജുമുഅ കഴിഞ്ഞു പോകുമ്പോ ഒരു അടക്കം പറച്ചില്, എന്താ സംഗതിയൊക്കെ സൂപ്പർ തന്നെയാണ്, പക്ഷേ മൂപ്പര് നന്നാക്കുകയാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് കാരണോലല്ലേ എന്ന് പറയും. കാരണം ജ്യേഷ്ഠ നിസ്കരിക്കാൻ വരില്ല. ഇതിങ്ങനെ കുറെ ഇങ്ങനെ അനുഭവിച്ചു, വല്ലാതെ അടങ്ങാറായി. പോലീസ് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ആകെ സ്വീപ്പായി പറഞ്ഞു. എന്ത് ചോദിച്ചു? നാട്ടുകാരൊക്കെ എന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്, ഓരൊക്കെ കേട്ടിട്ട് നന്നാവണുണ്ട്, ഇക്കാക്ക മാത്രം പള്ളിക്കൊക്കെ വരുന്നില്ല, ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഞാൻ തീരുമാനം ഉണ്ടാക്കാം. ഗസാലി ഇമാമിന്റെ പേര് അബൂ ഹാമിദുൽ ഗസാലി എന്നാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠന്റെ പേര് മുഹമ്മദുൽ ഗസാലി എന്നാണ്. അബൂ ഹാമിദുൽ ഗസാലി, ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി. ഗസാലി അവരുടെ കുടുംബ പേരാണ്. മുഹമ്മദുൽ ഗസാലി എന്ന ജ്യേഷ്ഠൻ വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ എന്റെ അഞ്ചൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളും ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിലെ ഖത്തീബും ആണെന്ന് എനിക്കറിയില്ലേ, ആനക്കെന്താ ഒന്ന് ജുമുഅക്ക് പോയാല് എന്ന് ചോദിച്ചു. കാരണവര് പറഞ്ഞു, മൂത്തമാൻ പറഞ്ഞു, ഉമ്മ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോയിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മുഹമ്മദുൽ ഗസാലി നേരത്തെ തന്നെ ജുമുഅക്ക് വന്നപ്പോ ഗസാലി ഇമാമിന് വലിയ റാഹത്തായി. എല്ലാ പ്രശ്നവും ഇന്നത്തോടു കൂടെ തീരാണല്ലോ എന്ന് എഴുതിയിട്ട് നല്ല റാഹത്ത്. പള്ളിക്കന്ന് വാങ്കുളിച്ചു. മഹാനവറുകൾ ഖുതുബക്ക് വേണ്ടി ഹാജരായി. മിമ്പറിൽ കയറി ഖുതുബ ഓതി.
നിസ്കാരം ആരംഭിച്ചു. അവ്വല് സഫ് തന്നെ കാക്ക അങ്ങനെ നിൽക്കുന്നുണ്ട്, വല്ല റാഹത്ത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലിയപ്പോ മുഹമ്മദുൽ ഗസാലി കയ്യച്ചിട്ട് അവ്വല് സഫ് കൂടെ നടന്നിങ്ങനെയാണ് പോയി പുറത്തേക്ക്. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ എരപ്പായി. അങ്ങനെ ഇപ്പൊ എന്താ കട്ടുക? അന്ന് പിന്നെ ജുമ കഴിഞ്ഞേക്കിന് അവിടെ നിന്നോന്നില്ല, വേഗം പെരേക്ക് പോയി. കാരണം ആൾക്കാരൊക്കെ കൂടി പെരടിക്ക് പിന്നെ എന്തേലും വല്ല ടയർ എന്തേലും വെച്ചിട്ടോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. അതുകൊണ്ട് വേഗം പെരേ പോയി. ഇമ്മാട് പറഞ്ഞു സംഗതി പറ്റിച്ചു പറഞ്ഞു. എന്താ ചോദിച്ചു? വന്നിട്ടില്ലെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ ഇടങ്ങാറായി. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചേക്കിന് കയ്യച്ചാണ് പോയി പറഞ്ഞു. എന്നിട്ട് എവിടെ ഓനെ ചോദിച്ചു. ഓനെ പിന്നെ കാണാനില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം മുഹമ്മദുൽ ഗസാലി വന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ നീ ഇന്ന് ജുമാക്ക് ചെന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ കയ്യഴിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉമ്മ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചതോടുകൂടെ ചോരയില് ആകെ അങ്ങോട്ട് കുളിച്ചപ്പോ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരിങ്ങനെ ഒരു ഹൗലായിട്ട് പോവുകയും ചെയ്തു. പിന്നെ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്റെ കാക്ക പറഞ്ഞത് രണ്ടാമത്തെ റക്അത്തേക്ക് എഴുന്നേറ്റപ്പോ ചോരയിൽ ഇങ്ങനെ കുളിച്ചപ്പോ ഞാൻ പോവുകയാണ് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അതിലൊരു ശരിയുണ്ട് പറഞ്ഞു. എന്താ ശരി? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഒരു കിതാബ് എഴുതി. അതിന്റെ പേര് ബസീത്ത് എന്നാണ്. വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫിഖ്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഇങ്ങനെ തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്ന് ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂപ്പരതൊന്ന് ചുരുക്കി എഴുതി. അതിന്റെ പേരാണ് വസീത്ത് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്നും കൂടി ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂന്നാമത്തെ ചുരുക്കല് നടക്കുകയാണ് വജീസ്. ഹൈള് നിഫാസിന്റെ അവിടെ ഇങ്ങനെ മസല എഴുതിക്കൊണ്ടിരിക്കണതിന്റെ ഇടയില് പള്ളിക്കന്ന് മുക്രിക്കാക്ക് വാങ്ങിക്കൊടുത്തതാണ്. ആ കടലാസും പേനി അവിടെ വെച്ചിട്ട് ജുമക്ക് പോയി, ഖുത്ബോദി. ഒന്നാം റക്അത്ത് കഴിഞ്ഞു. രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റതോടുകൂടെ കൽബിലേക്ക് ഹൈള് നിഫാസിന്റെ മസല എഴുതിയതിന്റെ ബാക്കി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഇക്കാക്ക കൈയഴിച്ചു പോയത് എന്ന് മനസ്സിലായപ്പോ മുഹമ്മദുൽ ഗസാലിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. മുഹമ്മദുൽ ഗസാലിയെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇന്നൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, നന്നാക്കൊക്കെ ചെയ്യാം, തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. നന്നാക്കണേന് കുഴപ്പമൊന്നുമില്ല, നന്നാവണമെങ്കിൽ ഒരു വഴിയുണ്ട്, തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാം സ്ഥാനം രാജിവെച്ച് മസ്ജിദ് തൂസ് എന്ന പേരായ ഇറാഖിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു പള്ളിയില്, ഇറാഖിലെ മിനി ഊട്ടിയിലുള്ള ഒരു പള്ളി പോയിട്ട്, ഒരു മലഞ്ചെരുവിലുള്ള പള്ളി പോയിട്ട് അവിടെ 3 മാസത്തോളം സംസാരിക്കാതിരുന്നു. അത്യാവശ്യത്തിന് മാത്രം വർത്തമാനം പറയും. അങ്ങനെ 3 മാസം ഇരുന്നു. ആ 3 മാസത്തെ നിശബ്ദ വ്രതം കഴിഞ്ഞതിന് ശേഷം, മൗനമായ വ്രതം കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. തസവ്വുഫിന്റെ വളരെ പ്രധാനപ്പെട്ട വിശാലമായ രചനകളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് അത് നടക്കുന്നത്.